ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നതേ സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചക്കലത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡി. ഇനി ഞങ്ങളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. നമ്മുടെ പതിവ് പടി സൺഡേയിൽ ചെയ്യുന്ന അതേ ഒരു റുട്ടീനാണ്. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. ചേട്ടൻ ഓൾറെഡി വണ്ടി പോയി ഇരുന്ന് കഴിഞ്ഞു. അഞ്ചു വരുന്നില്ല. അഞ്ചിൻ്റെ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. ഗ്രാൻഡ് ഷോപ്പിംഗ് ഒന്നുമില്ല. കുറച്ച് കിച്ചൺ ഷോപ്പിംഗ്, വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾ ഷോപ്പിംഗ്, അതൊക്കെ ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്കും പോയി വന്നിട്ടും ഒക്കെയുള്ള ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങനെ പോകുന്നു. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ ഇനി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഇതാ സ്നാക്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലത്തുനിന്ന് ബിസ്ക്കറ്റ്, മിച്ചർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് വേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കൈമിടാൻ പറ്റുന്ന ഗ്ലൗസ് കണ്ടു. അപ്പോൾ അന്ന് അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണിലേക്ക് പറ്റിയ 2 ചീനച്ചട്ടി കണ്ടു ഞാൻ, പാൻ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് സ്റ്റീലാണെന്ന് തോന്നുന്നു മെറ്റീരിയൽ കണ്ടിട്ട്. പക്ഷെ നല്ല കട്ടിയുള്ള 5 വർഷം വാറണ്ടിയുള്ള അങ്ങനത്തെ ഒരു ചീനച്ചട്ടിയാണ് ഞാൻ കണ്ടത്. അങ്ങനത്തെ 2 എണ്ണമായിട്ടാണ് ഒരു പാക്കറ്റിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ചേട്ടൻ എടുത്തോളാനും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളത്. പിന്നെ ഇവിടെ ഡോർമാറ്റ് നോക്കിക്കൊണ്ടിരിക്കണേ ഞാൻ. ഡോർമാറ്റ് വേണമായിരുന്നു. അപ്പോൾ ഒരു 2-3 ഡോർമാറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു പായ വാങ്ങിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. പ്രയറൊക്കെ ചെല്ലാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇടാനായിട്ട്. അപ്പൊ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ടൊമാറ്റോ ചിപ്സ് കണ്ടു. അപ്പൊ അത് അഞ്ചുവിന് ഇഷ്ടമാണ്. അപ്പൊ അത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ചിപ്സ് കേട്ടോ. നമ്മളത് ഫ്രൈ ചെയ്തിട്ട് വേണം. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രോസറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വാങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കളർഫുൾ പപ്പടം കാണിച്ച് ഹോളിക്ക് ഉണ്ടാക്കുന്നവര് ഹോളിക്ക് ഒരു ഇത് വറുത്ത് കോരി തന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുവിധം കരികുരു ഷോപ്പിംഗ് എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ ബിൽ പേയ്മെന്റ് കാര്യങ്ങൾക്കൊക്കെ നീങ്ങണം. അപ്പൊ ഞാൻ അവിടുന്ന് ബണ്ണ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വലിയ പാക്കറ്റ് എടുക്കുന്നുണ്ട്, ചെറിയ പാക്കറ്റ്, വലിയ ബണ്ണും ചെറിയ ബണ്ണ് 2 എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയമൊക്കെ കിട്ടാത്ത സമയത്ത് വിശപ്പ് മാറ്റാനൊക്കെ ഇത് മതിയിൽ ഇത്തിരി ബട്ടർ തേച്ച് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു വിശപ്പൊക്കെ മാറിക്കിട്ടും. അപ്പൊ അങ്ങനെ ബിൽ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ഇവിടെ അങ്ങനെ മൗത്ത് ഫ്രഷ്നർ ഒക്കെ കിട്ടും നമുക്ക്. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ട ഐറ്റംസ് ഒക്കെ ഒരുവിധം വാങ്ങി. ഇനി നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോകണം. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ വേറൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വാങ്ങേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇവിടെ കിട്ടാത്തതും അവിടെ കിട്ടുന്നതായിട്ട് ഉള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ പോയി നോക്കണമെന്നുണ്ട്. അത് വാങ്ങിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇത് നമ്മുടെ ഹോളി വരുന്നുണ്ട്. അപ്പോൾ ഹോളിക്ക് മുൻപായിട്ട് അവർ കത്തിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കിയേക്കാൻ തട്ടോ അവിടെ. നല്ല സൂപ്പർ വെയിലായി, തണുപ്പൊക്കെ കുറഞ്ഞു. ഫ്രൂട്ട്സുകളൊക്കെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിൾ, മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് ആയി ഇപ്പോൾ കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. അപ്പോൾ എനിക്ക് 2-3 ഫ്രണ്ട്സിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ മാസം 2-3 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താ കൊടുക്കേണ്ടതെന്നൊന്നും ആലോചിച്ചിട്ട് പിടുത്തില്ല. ഷോപ്പിലൊന്ന് നോക്കി എന്നിട്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 ഐറ്റമൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഫൈനലി ഓർത്ത് 2 പേർക്ക് കടായി കൊടുക്കാന്ന്, നോൺ സ്റ്റിക്കിന്റെ കടായി. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും ഡയറി പെൻ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കൂടെ കൊടുക്കാന്ന്. പിന്നെ ഒരാൾക്ക് ഞാൻ ഇങ്ങനത്തെ 2-3 ടിഫിനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ക്യാരി ബാഗ്. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഫൈനൽ ആയിട്ടില്ല. അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി തുറന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പിന്നെ അവസാനം അത് തന്നെ അങ്ങനെ സെറ്റാക്കി. പിന്നെ അടുത്തത് എനിക്ക് കട്ടിംഗ് ബോർഡ് വാങ്ങിക്കണമായിരുന്നു കിച്ചണിലേക്ക്. നമുക്കുണ്ട് കട്ടിംഗ് ബോർഡ്. എന്നാലും ഞാൻ ഓരോന്നും കൂടെ നല്ല കളർഫുൾ ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. എന്നാ വാങ്ങിക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് നല്ലതാണ്. അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. പിന്നെ ഇവിടുന്ന് 6 എണ്ണമായിട്ടുള്ള ഒരു 6 ബോക്സുകളുണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ഒരു പാക്കറ്റ് കണ്ടു. അപ്പോൾ അതിന്റെ റേറ്റ് 169 ആണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് തോന്നി. അതും ഡിഫറെന്റ് സൈസിലുള്ള ബോക്സുകളാണ്. അപ്പോൾ ചേട്ടൻ അത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഗ്രീൻ കളർ അവർ കാണിച്ചു. പിന്നെ ഞാൻ കളർ മാറ്റി വേറെ പിങ്ക് കളർ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാണ് താഴോട്ടേക്ക്. താഴെയാണ് നമുക്ക് ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അവിടേക്ക് വന്നിരിക്കണം. ചേട്ടൻ ബിൽ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നിടത്ത് അവിടെ അങ്ങനെ ക്യൂവിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി ഇറങ്ങാണ്. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്.
ഞങ്ങൾ ഇവിടെ ഈ കടയിലൊന്ന് കയറിയേക്കായിരുന്നു. ഇവിടുന്ന് ബക്കറ്റ് കപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീണ്ടും ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം. കാരണം ഒത്തിരി ലേറ്റായി. അപ്പോൾ പച്ചക്കറി ഇന്ന് ഇപ്പം എന്തായാലും വാങ്ങിക്കുന്നില്ല, നാളെ എങ്ങാനും വന്ന് ചേട്ടൻ വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ പച്ചക്കറി ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം. നല്ല സൂപ്പർ വെയിലാണ്, തണുപ്പൊക്കെ മാറി നല്ല സൂപ്പർ ചൂടായി. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. കുറച്ച് ഐറ്റംസ് ഒക്കെ അതേ അഞ്ചു എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. അഞ്ചുവിനെ ഏൽപ്പിച്ചേക്കാണ് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അഞ്ചും ചേട്ടനായിട്ട് ഇതേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കിടക്കുക നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചോറുണ്ണാൻ പോവാണ്. ചോറുണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പറയാം, സാധനങ്ങളൊക്കെ കാണിക്കാം. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം. പിന്നെ കുറച്ചൊക്കെ കിച്ചൺ ഐറ്റംസൊക്കെയാണ്, നമ്മുടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എന്താ പറയുക, വോയിസ് അതിനകത്ത് റെക്കോർഡായില്ല. കാരണം ഞാനിവിടെ ഡ്രസ്സ് വയ്ക്കുന്ന ഒരു മൈക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ കടയിൽ നിന്ന് പോകുന്ന വഴിക്ക് എവിടെയോ വീണു. എവിടെ വീണെന്ന് അറിയില്ല. കടയിലാണോ വീണത് അതോ ഷോപ്പിന് പുറത്തു എവിടെയാണോ പോയേ, കിട്ടിയില്ല അത്. അപ്പോൾ ഇവിടെ വന്നിട്ടും ഞാനത് പോയി എന്നുള്ളത് മനസ്സിലാക്കിയില്ലായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ വോയിസ് ഇല്ല. അപ്പോഴാണ് ഒന്ന് കാണുന്നത് ഇവിടെ ഇങ്ങനെ ഇതില്ലല്ലോ എന്നുള്ളത്, മൈക്കില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ രണ്ടാമതും അപ്പം പിന്നെ ഞാൻ അന്ന് എടുത്തില്ല. എനിക്ക് ആകെ മൂഡ് ഓഫ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. ഞാൻ ഇത് നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അന്ന് ഈവനിങ്ങിൽ ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്തായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഓപ്പൺ ചെയ്ത് അതിനുണ്ടായിരുന്ന പേപ്പർ കാര്യങ്ങളൊക്കെ കുറേ എണ്ണത്തുമ്പോഴത്തേക്ക് കളഞ്ഞു. പിന്നെ കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ എടുക്കേണ്ടതൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ്ങിൽ അതുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത് അതിനകത്ത് വോയിസ് വന്നിട്ടില്ല എന്നുള്ളത്. മൈക്ക് പോയത് ഞാൻ അറിഞ്ഞു, വീഡിയോ കഴിഞ്ഞ് കുറച്ച് കഴിപ്പിക്കുന്നതെന്ന് അറിഞ്ഞു. പക്ഷേ എന്നിട്ടും അത് ക്ലിക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്താ പറയണേ, ഇത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും, എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊന്നും അത് പ്രോപ്പർലി കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതാണ് നമ്മളെടുത്ത് വാങ്ങിച്ച ഒരു പെട്ടി. പെട്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പാനുണ്ട് കേട്ടോ. ആവശ്യം കട്ടിയുള്ള പാനാണ്, 2 എണ്ണം. ബെർഗനർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്, ട്രൈ പ്രോ. പിന്നെ 5 വർഷത്തെ വാറന്റി ഇതും എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻഡക്ഷനുമേ വെക്കാം കേട്ടോ. ആ ടൈപ്പ് പാനുകളാണ് 2 എണ്ണം. എനിക്ക് നല്ല ഇഷ്ടമായി. ആവശ്യം കട്ടിയുള്ള എന്നാൽ 2 സൈസ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്, നിങ്ങൾക്കറിയാലോ. ഇതാണ് നമ്മുടെ ഒരൈറ്റം. അപ്പൊ ഇത് നമുക്ക് നീക്കി വയ്ക്കാൻ നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. അപ്പൊ അടുത്ത ഐറ്റം എടുക്കണേക്കാൾ മുമ്പ് നിങ്ങളുടെ അടുത്ത് എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ട്. സർപ്രൈസ് എന്താണെന്ന് നമ്മുടെ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം കേട്ടോ. വീഡിയോ അവസാനിക്കാറാവുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കില്ലേ, വെയിറ്റ് ചെയ്യൂ. ഇനി അടുത്ത ഐറ്റം ഒരു വലിയ സ്പൂൺ വാങ്ങിയിട്ടുണ്ട്, പിന്നെ 2 ഫോർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഇതേ സെയിം ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഈ 2 പാൻ വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ള പഴയ പാത്രങ്ങളോ അല്ലെങ്കിൽ തുണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എന്ത് ഐറ്റം ആണെങ്കിലും, ബോട്ടിൽസോ എന്ത് കാര്യമാണെങ്കിലും, കുക്കറോ ഒക്കെ എന്ത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഈ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് കൂപ്പൺ തരും. അപ്പോൾ ആ കൂപ്പൺ വെച്ച് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കുറച്ച് ഐറ്റംസ് കൊടുത്തായിരുന്നു വീട്ടിൽ നിന്ന്. പഴയതായതും നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ്ങൊക്കെ പോയതും പിന്നെ ഹാൻഡിലൊക്കെ പോയി അങ്ങനത്തെയൊക്കെ പാത്രം, പിന്നെ കുക്കർ അങ്ങനത്തെയൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു 600 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. കാരണം ഞാൻ കൊടുത്തതിൽ 2 എണ്ണമല്ല 3 എണ്ണം എൻ്റെ ഇങ്ങനത്തെ പാനുകളായിരുന്നു, ചീനിച്ചട്ടികൾ. 1 എണ്ണം നോൺ സ്റ്റിക്കിൻ്റെ ആയിരുന്നു, പിന്നെ 2 എണ്ണം ചീത്തയായതുമായിരുന്നു. മോശമായി, കുറേ നാളായി ഉപയോഗിച്ച് അങ്ങനെ ചീത്തയായത്. അപ്പോൾ വാങ്ങിച്ചോളാൻ പറഞ്ഞപ്പോൾ കിട്ടിയ ചാൻസ് കളയാതെ വാങ്ങിച്ചത്. ഇപ്പോഴും കിട്ടില്ലല്ലോ അങ്ങനത്തെ ചാൻസ്. പിന്നെ വാങ്ങിച്ചത് പറഞ്ഞാൽ കട്ടിംഗ് ബോർഡ്. ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും ഞാൻ വാങ്ങിക്കുന്നത്. ഇത് വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതൊക്കെ വാങ്ങിച്ച ഷോപ്പിൽ നിന്നല്ല കേട്ടോ, ഇത് വാങ്ങിയത് വേറെ ഷോപ്പിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് ഇതും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. ഒരെണ്ണം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് 2 പേർക്ക് ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരാളുടെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇന്ന് രാവിലെ. ഒരാളുടെ ഇനി വരും ദിവസങ്ങളിലാണ് ബർത്ത്ഡേ, അപ്പോൾ ആൾക്ക് ഇത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ വേറെ ഇത്തിരി 1-2 ചെറിയ ഐറ്റംസുകളും കൂടെ കൂട്ടി അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചു. അവർ
ഫാമിലി ആയിട്ട് കഴിയുന്നവരല്ലേ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടോട്ടെ എന്ന് കരുതി വാങ്ങിയത് കേട്ടോ ഇത്. പിന്നെ ഇത് വാങ്ങിച്ച കടയിൽ നിന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും, 3 ടിഫിൻ ബോക്സ് ആയിട്ടുള്ള ഒരെണ്ണം അത് വേറൊരു ടീച്ചറിന് കൊടുക്കാനായിരുന്നു. ആൾക്കുള്ളതും ഞാൻ ഇന്ന് രാവിലെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ വാങ്ങിയ ഐറ്റം ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ ഇങ്ങനെ, ഇത് 6 ബോക്സുകൾ കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 169 രൂപ 6 അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേപ്പറൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുത്തതാണ്. വാഷ് ചെയ്തു, പക്ഷെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ? ഇത് നല്ല കുട്ടി ബോക്സ്, ഇത് കുറച്ചും കൂടെ വലിയത്. അങ്ങനെ 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 നമുക്കത് 6 ബോക്സുകളുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ, പച്ചക്കറികളാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിനകത്ത് വയ്ക്കേ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കേ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 6 ബോക്സ് നമുക്ക് അതും ഡിഫറെൻറ്റ് സൈസിൽ കിട്ടല്ലേ, അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിയത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഫ്ലാസ്കൊക്കെ വാഷ് ചെയ്യാനുള്ള ബ്രഷ്, ഫ്ലാസ്ക് കാര്യങ്ങളെല്ലാം, ബോട്ടിൽ, ഫ്ലാസ്ക്, അങ്ങനത്തെ ഡീപ്പായിട്ടുള്ള പാത്രങ്ങളോ അങ്ങനത്തെയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന ഒരു ബ്രഷ്. പിന്നെ വാങ്ങിയത് അങ്ങനെ 2-3 ചവിട്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോർ മാറ്റ്, ഇതൊക്കെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാ. ഇതെല്ലാം ഈ ഷോപ്പിൽ നിന്ന്. അപ്പൊ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാനും കൂടി ഉണ്ടായിരുന്നു, പിന്നെ 3 ടിഫിൻ ബോക്സ് ആയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് അഞ്ജുവിന് 2 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതിന്റെ റേറ്റ് വരുന്നത് 300. ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ, ഫ്രണ്ടിലും സ്ലീവ്സുമൊക്കെ ഡിസൈൻ ഉണ്ട്, ബാക്ക് പ്ലെയിൻ ആട്ടോ. ഇങ്ങനെ ഒരു ടീഷർട്ട് അഞ്ജുവിന് വാങ്ങിച്ചു. പിന്നെ വാങ്ങിയത് ഇതേപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അഞ്ജുവിന് ഡെയിലി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് 200. അപ്പൊ നമ്മുടെ എന്താ പറയാ, വിന്ററൊക്കെ കുറഞ്ഞപ്പോൾ സമ്മറിലേക്ക് കിടക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കോട്ടന്റെ ഒരു സമയം ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ടീഷർട്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയേ. ഇത് കൂടാണ്ട് വേറെ ഇത്തിരിയൊക്കെ ഐറ്റംസ് ഒക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രീ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന് നമുക്ക് 150 റുപ്പീസ്, 150 രൂപ കൊടുക്കേണ്ടി വന്നു. 150 രൂപയമേ നമുക്ക് അവർ ഇത് തന്നു. ഇത് ഇങ്ങനെ ഓഫർ ഉള്ളതാട്ടോ പല പല ഐറ്റംസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഐറ്റംസിൻ്റെ റേറ്റ് ഒക്കെ വെച്ച് സെല്ലോയുടെ ഇങ്ങനത്തെ ഒരു വാട്ടർ കൂളർ ഞാൻ തുറന്ന് കാണിച്ചത് നിങ്ങളെ. നല്ല അടിപൊളിയായി. നല്ല രസമില്ലേ കാണാൻ? നല്ല ഭംഗിയില്ലേ ഇത്? ഇതിനകത്തൊരു ക്യാപ്പുണ്ട്, ഒരു അടപ്പുണ്ട്, കപ്പുണ്ടെന്ന് പറയാം. അടപ്പല്ലാട്ടോ, ശരിക്കും കപ്പ് വെച്ചിരിക്കുന്ന ഒരു അടപ്പ് തന്നെയാണ് ഇതിന്റെ. ഇതാണ് ഇതിന്റെ അടപ്പ്. നല്ലതല്ല. ട്രെയിൻ ജേണിക്കൊക്കെ സൂപ്പറാണ്. ട്രെയിൻ ജേണി മാത്രമല്ല കേട്ടോ, വേറെ നമ്മൾ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ, ഒത്തിരി ദൂരയാത്രയ്ക്കൊക്കെ ഇങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാം. ഈവൻ വീട്ടിലൊക്കെ ആയാലും നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെക്കുകയും ചെയ്യാം. ഇത് സെല്ലോയുടെ ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ലൊരു വാട്ടർ കൂളറാണ്, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ബാഗ് കഴിഞ്ഞു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് എനിക്ക് കൊണ്ടുവന്ന് തന്നതാട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അന്ന് വാങ്ങിക്കാനും കൊണ്ടുവന്ന് തരാനൊന്നും പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി, സോറി ഒക്കെ പറഞ്ഞു. ഇന്നാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ പാക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട്. ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ, എനിക്ക് ഇന്ന് സ്കൂളിൽ പോയി വന്നപ്പോൾ ഫ്രണ്ട് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇതാ കണ്ടല്ലോ, ഇത് എൻ്റെ ഫ്രണ്ട് ജയശ്രീ ടീച്ചർ തന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ജയശ്രീ ടീച്ചർക്ക് താങ്ക് യു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, സർപ്രൈസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും സർപ്രൈസ് ആവില്ലേ? കാരണം ഡേറ്റും കഴിഞ്ഞ് ഇത്രയും ദിവസമായി, ഞാൻ ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തുള്ളത്. നല്ല അടിപൊളി ബോക്സ്. ഇങ്ങനത്തെയാണ് ഒരെണ്ണം ഞാൻ വാങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട്, വേറൊരു ഫ്രണ്ടിന് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് ഒരെണ്ണം വേറെ കിട്ടി. ഇതാണ് പറയുന്നത്, നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ കൊടുത്തത് സ്റ്റീലിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് ഗ്ലാസ് ആണ്, ബോറോസിൽ ഗ്ലാസിൻ്റെ ഒരു ടിഫിനുകളാണ് ഇതിനകത്ത്. ബോക്സുകൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ നല്ല ഇഷ്ടമായി. ജയശ്രീ ടീച്ചർക്ക് സ്പെഷ്യൽ താങ്ക് യു. നല്ല ഐറ്റം അല്ലേ? 2 എണ്ണം ഇങ്ങനത്തെ സ്ക്വയർ ടൈപ്പ്, ഒരെണ്ണം കുറച്ച് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങളും ഗിഫ്റ്റ് വിശേഷങ്ങളും ഒക്കെ. അപ്പം നിങ്ങളോട് ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു സർപ്രൈസ് പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആങ്ങളെ നാത്തൂൻ ഫാമിലി അവർ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്തർപ്രദേശിലേക്ക് വരാണ്. ആങ്ങളെ 2 പ്രാവശ്യം വന്നേക്കും കേട്ടോ. മുൻപ് വന്നിട്ടുണ്ട് 2 പ്രാവശ്യം.
നാത്തൂൻ വന്നിട്ടില്ല. നാത്തൂൻ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോൾ അവർ എത്രാം തീയതിക്കാണ് വരുന്നത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനിയും വരുന്ന വീഡിയോയിൽ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പറയാം. ടിക്കറ്റൊക്കെ എടുത്തവരെല്ലാം കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം അറിയിക്കാം കേട്ടോ. പിന്നെന്താ, പിന്നെ അമ്മയുടെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ ആക്കിയിട്ട് വേണമല്ലോ വരണമെങ്കിൽ. അപ്പോൾ അതൊക്കെ അവർ സെറ്റപ്പാക്കി അതിന് ശേഷം ഞാൻ അറിയിക്കാം. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അവരെ കാത്തിരിക്കുകയാണ്. അവരെന്നാ വരാ എപ്പോഴാണ് വരാമെന്നൊക്കെ നോക്കി അഞ്ചു കാത്തിരിക്കുക. ആക്ച്വലി അഞ്ചുവിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ വരുമ്പോഴേക്കൊക്കെ എക്സാം കഴിഞ്ഞു കാണുമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഉടനെ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഇന്ന് തന്നെ ഇടണമെന്നില്ല, എനിക്ക് ടൈം കിട്ടാറില്ല. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ വർക്കിംഗ് ഡേയ്സ് തന്നെയാണ്. ഇനി ഹോളി വരുന്നുണ്ടല്ലോ, നമ്മുടെ ഫെസ്റ്റിവൽ. അപ്പോൾ ആ ഹോളിഡേ സമയത്തൊക്കെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഹോളിഡേയ്സ് കിട്ടും. അപ്പോൾ ആ ദിവസങ്ങളിലും എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്തിടാം. ഒക്കെ ഒരു സർപ്രൈസ് സസ്പെൻസ് ആയിട്ടൊക്കെ ഇരിക്കട്ടെ. അവർ വരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, നടക്കുമോ, വീടിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ഒതുക്കിയൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതായിരുന്നു സർപ്രൈസ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ. But just tell me where and I'll come see ya. 'Cause I'm